നല്ലൊരു പങ്ക് ആൾക്കാരും തിരിച്ച് നാട്ടിലേക്കോ അല്ല മറ്റു രാജ്യങ്ങളിലോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടോണ്ടിരിക്കുന്നത്. 3 വർഷത്തെ വിസ അടിക്കണമെങ്കിൽ 20 ലക്ഷം രൂപ 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ മക്കൾ ഉൾപ്പെടെ 4 പേരുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ കൊടുക്കണം. UK-ലേക്ക് വന്നിറങ്ങുന്ന ഒരു ജേഴ്സി പശുവായിട്ടാണ് അതിന് കണക്കാക്കുന്നത്. 1 കോടി രൂപയുടെ ഒരു സ്കീമാണ്. നമ്മൾ UK-ലേക്ക് എത്തുന്ന പോയിന്റ് മുതൽ സിറ്റിസൺഷിപ്പ് എത്തുന്ന പോയിന്റ് വരെ 1 കോടി രൂപയ്ക്കുള്ള ഒരു വകുപ്പാണ് ഇമിഗ്രേഷൻ ജേഴ്സി പശു. അൺടോൾഡ് സ്റ്റോറി. നമസ്കാരം, ഗ്ലോബൽ മില്ല് ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഫാമിലി ഫണ്ണ് അങ്ങനത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ വളരെ റെലവെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മളെപ്പോലെ തന്നെ വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും ഒക്കെ ആ UK-ലെത്തിയതായിരിക്കും പലവിധം ആൾക്കാരും. അപ്പം ഒരു മെയിൻലി ഒരു റീസെന്റ് ആയിട്ട് 3-4 വർഷങ്ങൾ കൊണ്ടായിരിക്കും UK-ലേക്ക് ഇത്രയും ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഭയങ്കരമായ രീതിയിൽ പലരും തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, അതായത് മെജോറിറ്റി ആൾക്കാർ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഏറിയ പങ്ക് നല്ലൊരു പങ്ക് ആൾക്കാരും തിരിച്ച് നാട്ടിലേക്കോ അല്ല മറ്റു രാജ്യങ്ങളിലോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്, അല്ലെ എന്തൊക്കെ കാരണങ്ങളായിരിക്കും അവർ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ വ്യക്തിപരമായി ഇതൊരു ഇന്റലക്ച്വൽ വീഡിയോ ആയിട്ട് കൂടുതൽ ഞങ്ങൾ വലിയ ഗവേഷണം നടത്തിയതല്ല, പക്ഷെ നമ്മുടെ പരിചയത്തിലുള്ളവരോ പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു ചെറിയൊരു നോളജ് വെച്ച് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ. നമ്മൾ 5 വർഷത്തോളം ആവുന്നു, അല്ലെ 4 വർഷമൊക്കെ കഴിഞ്ഞു നമ്മൾ UK-ൽ വന്നിട്ട്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നമ്മൾ കണ്ടവരും നമ്മുടെ അടുക്കൽ നിന്ന് UK-ന്ന് തിരിച്ച് നാട്ടിലോട്ട് പോയവരും അവർ നമ്മളോട് ഷെയർ ചെയ്ത അവരുടെ അനുഭവങ്ങളും പോയിട്ട് തിരിച്ചു വന്നവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോയി നാട്ടിൽ പോയി ഗ്യാപ്പ് എടുത്തിട്ട് UK വല്ലാണ്ട് മിസ് ചെയ്ത് UK ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ നമുക്കറിയാം. അതെല്ലാം വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഉള്ള സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അപ്പം സ്റ്റുഡൻസ് തന്നെ പല വിധത്തിൽ പോയ ആളുകളുണ്ട്, തിരിച്ചു പോയ ആളുകളുണ്ട്. നമുക്ക് ആദ്യത്തെ സെക്ടർ ആളുകളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഫിനാൻഷ്യലി ഓക്കെയാണ്, നാട്ടിൽ ബിസിനസ് ഒക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾ പോയിട്ടുള്ള ഇവിടെ വന്നിട്ട് ഒരു എബ്രോഡ് എക്സ്പീരിയൻസ്. ഇപ്പൊ എന്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്നു. എനിക്ക് തോന്നുന്നില്ല അവൾ PSW കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവൾ ഇവിടെ ഒന്ന് പഠിച്ചു, ആ ഒരു എക്സ്പ്ലോഷർ കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരി തിരിച്ചു പോയി. പുള്ളിക്കാരിക്ക് നാട്ടിലൊക്കെ ഫിനാൻഷ്യലി നല്ല സൗണ്ടഡ് ആണ്. അപ്പം പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ല, നാട്ടിലാണെങ്കിലും പുള്ളിക്കാരി ചില്ല് ചെയ്ത് നടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ, അങ്ങനെ ഒരു ചാപ്റ്റർ ഇവർ വന്നു, ഇഷ്ടപ്പെട്ടു, പഠിച്ചു, ആഘോഷിച്ചു, എൻജോയ് ചെയ്തു, അവർ തിരിച്ചുപോയി, അവർ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു മേജർ കൺസേൺ ആയിട്ടുള്ള കാര്യമില്ല. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ ബിസിനസ് ഉള്ള ആളുകൾ. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ നമ്മൾ ചെന്നൈ പോയി അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി പഠിക്കുന്നുള്ള ആ ഒരു ഇതില്, അതുപോലെ അത് കുറച്ചുകൂടി മാറിയിട്ട് എബ്രോഡ് പോയി നമ്മൾ പഠിച്ചെന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ അവര് അങ്ങനെയുള്ള ആളുകൾ മിക്കവാറും ഈ പറഞ്ഞ വന്നതിനിടയ്ക്കാണ് 1 പ്രാവശ്യം നാട്ടിൽ പോകുക, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നാട്ടിൽ പോകുക, അല്ലെങ്കിൽ PSW എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, തിരിച്ച് നാട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഞാനിവിടെ നാട്ടിൽ നമ്മുടെ കഴിഞ്ഞ റൂമിൽ നിന്ന് മറ്റേ ഹിന്ദിക്കാരി കുട്ടിയിലായിരുന്നു, അവള് PSW എടുത്തു ബേസിക്കലി. എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാണ്, നാട്ടിൽ പോയിട്ടിരുന്ന് അപ്ലൈ ചെയ്യാം, നല്ല ജോലി വല്ലതും കിട്ടുവാണെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ഒരു ക്ലാസ്, നമ്മൾ അവരെ അല്ല നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ റീസൺസ് കൊണ്ടായിരിക്കും പോകുന്നതെന്നാണ് നിനക്ക് തോന്നുന്നത്? എന്ത് തോന്നുന്നു? അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു കൺസെപ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് മെയിൻലി തോന്നുന്നു വെച്ചാൽ ഇപ്പം വളരെ റീസെൻ്റ് നമ്മുടെ ആ സാലറി ത്രെഷോൾഡുള്ള ചേഞ്ചാണ്. അപ്പം അതായത് നമ്മൾ വന്ന സമയത്തൊക്കെ ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന ആ ഒരു സമയത്തേക്ക് ഏകദേശം ഒരു 26K ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വിസ അടിച്ച് തരായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു എക്സ്പെക്ടൻഷനിലായിരിക്കും കയറി പഠിച്ചിറങ്ങിയ ഉടനെ ഒരു ജോലി കിട്ടണമെന്നില്ല. നമ്മൾ ഓഫ്കോഴ്സ് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇല്ല ഇടിവെട്ടി തന്നെ പാമ്പ് കടിച്ചെന്നുള്ളൊരു അവസ്ഥയാണ് കൊണ്ടിട്ട് ആ 39,000 ആ ഒരു സാലറി ത്രെഷോൾഡ് വന്നത്. അപ്പോൾ അത് മാത്രമല്ല ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ന് 26,000 ഉണ്ടാകുന്ന സ്ഥലത്ത് ഈ വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരെ വിസ കിട്ടിയവരുണ്ട്, നമുക്ക് പരിചയത്തിലുള്ളവരുണ്ട്. വെയർ ഹൗസ് ഓപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തവർക്ക് വരെ അന്ന് ഈ പറഞ്ഞ സാലറി ക്രൈറ്റീരിയ വെച്ചിട്ട് അവർക്ക് വിസ കിട്ടിയിട്ടുണ്ട്. സോ അത് ഈ പറഞ്ഞ പോലെ ഹൈ സ്കിൽഡ് വർക്കേഴ്സ് അല്ലാതെ ഇരുന്നിട്ട് പോലും ഒരുപാട് സ്കിൽ സെറ്റ് ഒന്നും ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ ഒരു മൈൻഡും ആറ്റിറ്റ്യൂഡും, ഇനി പറഞ്ഞ പോലെ ചുമ്മാ ആർക്കും വിസ കൊടുക്കത്തില്ല, പണിയെടുക്കുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് പോലും ഇവിടെ സെറ്റിൽമെന്റ് ഓക്കെ ആയിരുന്നു.
പക്ഷെ ആ സമയത്താണ് ഈ ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 27,000 വിസ അടിക്കാനുള്ള ക്രൈറ്റീരിയ ജോലിക്ക് വരെ കുറെ പേരുണ്ട്. ഇപ്പൊ അവരുടെ 6 month പ്രൊബേഷൻ കഴിയുമ്പോഴത്തേന് അവർക്ക് ഈ സാലറിക്ക് വിസ അടിക്കാനുള്ള എഗ്രിമെന്റ് കയറിയവരുണ്ട്. പക്ഷേ ഈ 6 monthനുള്ളിലാണ് ഈ വിസയുടെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. ഇപ്പൊ വിസയുടെ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓഫ് കോഴ്സ് അവർക്ക് ഈ 27 നിൽക്കുന്ന ഒരു സ്റ്റാർട്ടായിട്ട് കയറിയ ഒരു ഗ്രാജുവേറ്റിന് അവരുടെ ആ ജോബ് റോൾ വെച്ചിട്ട് ഈ 39,000 കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ റഫായിട്ട് ഫിഗർ ആണ് 39,000 പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്. നമ്മൾ ഗ്ലോബൽ മല്ലൂവിനകത്ത് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ സെബിനുമായിട്ട് സെയിം ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. അപ്പം അതിനകത്ത് ഒരാൾ വന്ന് കമന്റ് ഇട്ടായിരുന്നു 23,000 പുള്ളിക്കാരന് ഇത് കിട്ടിയത് NHS കിട്ടിയത്. അത് 23,000. എനിക്ക് തോന്നുന്നു പുള്ളി അതിട്ടത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം അവർക്ക് 29,000 ആണ്. പുള്ളി പറഞ്ഞു COS ഇഷ്യൂ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. സീരിയസ്ലി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് വരുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ അത് ബേസിക്കലി ഞാൻ പറയാം കിട്ടി അടിച്ചത് ഭാഗ്യം, പബ്ലിസിറ്റി വള്ളി പിടിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളത്. വിസ കിട്ടിയത് സന്തോഷം എന്ന് പറയുക. അതെ, കാരണം NHS-ലൊക്കെ ഇതിപ്പോ ഇതിന്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഈ 39 എന്ന് പറഞ്ഞാൽ തന്നെ ചില ജോബ്സ് എടുക്കുമ്പോൾ നമുക്ക് 39 കിട്ടിയാലും മതിയാവത്തില്ല, അതിലും മുകളിലേക്ക് പോകും. ആ ഒരു സിറ്റുവേഷൻ 29. ഈ കമന്റ് ഞാനിപ്പോ നിങ്ങളുടെ ഇതിനകത്ത് കാണിക്കാം. ജസ്റ്റ് ക്ലാരിഫൈ, ന്യൂ എൻട്രൻസ് സ്കീം only needs the ongoing rate of the job which is 23,000 for most of the jobs. I got COS from NHS this month. അതായത് ഹരിത ഉദയൻ എന്ന് പറഞ്ഞ ഒരാള് ഇട്ടതാണ്. ആളാരാണെന്ന് നമുക്ക് പേഴ്സണലി അറിയത്തില്ല. പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം 23,000 ഇപ്പൊ വിസ ഞാൻ ഭാഗ്യവതിയെ പറയാനുള്ളൂ, അതിൽ എനിക്കൊന്നും അങ്ങനെ UK ഹോം ഓഫീസിനും ഇതുപോലെ കംപ്ലൈന്റുകൾ വരാറുണ്ടല്ലേ, ആള് മാറി വിസ അടിച്ചു കൊടുത്ത സിറ്റുവേഷൻ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. സോ ഹോം ഓഫീസിനും മിസ്റ്റേക്കുകൾ പറ്റാം. അപ്പൊ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ഭാഗ്യം എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അല്ല, ഞാൻ പറഞ്ഞേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആളുകൾ ഇത് പോകുന്നതിന്റെ കാര്യം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇല്ലേ. അത് വലിയൊരു ഭീകര പ്രശ്നം. ഇത് ന്യൂ എൻട്രന്റ് റൂട്ട് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ന്യൂ എൻട്രന്റ് റൂട്ടിനകത്ത് ബേസിക്കലി അവരുടെ വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നത് 30,800 അങ്ങനെ വേണമെന്നാണ്. അപ്പം എനിക്ക് എത്രത്തോളം പരസ്പര വിരുദ്ധമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് നോട്ടിഫൈ ചെയ്തേ ഉള്ളൂ, അല്ലൊന്നും പറഞ്ഞതേ ഉള്ളൂ. കാരണം ആ ആൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനത്തെ കമന്റുകളൊക്കെ ഇടുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശദീകരിച്ചെഴുതുക. അപ്പൊ നമുക്കറിയാം ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് കയറി പറ്റി അങ്ങനെ എത്രയോ പേർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ആളുകൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ലോ സ്കിൽഡ് ആണ് നമ്മുടെ മിക്ക സ്റ്റുഡൻസും. ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഇത് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് നമ്മളെ കൊണ്ടുപോയിട്ട് ആ ജോലി എന്താണ് അല്ലെങ്കിൽ എന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു മാങ്ങയും തേങ്ങയും പറയാൻ അറിയത്തില്ല. അപ്പൊ അതൊരു റിയാലിറ്റി ആണല്ലേ. കുറെ ഇപ്പൊ ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റ് പഠിച്ചു, ഓക്കെ, സംഭവം കൊള്ളാം, കുറെ കൺസെപ്റ്റും തിയറികളൊക്കെ പഠിച്ചു. പക്ഷെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ബേസിക്കലി നാട്ടിൽ ഇപ്പം ബിടെക് പഠിച്ചിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിക്കും. എന്നാലും അതിനൊക്കെ ആ ഒരു സിമിലർ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പല ആൾക്കാരും പറയുന്നുണ്ട് UK-ലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു. പക്ഷെ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് വന്ന അവർക്ക് അതിന്റെ കൂടെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. ഇപ്പൊ നമ്മളും അതിനെ പല സമയത്തും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് കുറെ സോഫ്റ്റ്വെയർ ബേസ്ഡ് അനാലിസിസ് ബെറ്റർ അല്ലെന്നല്ല, പക്ഷെ ഒരു മാർക്കറ്റ് റെഡി സ്റ്റഡി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് എല്ലാം മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പണ്ട് 26, 27, 28 ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നെങ്കിൽ ഇവരൊരു ഇന്റർവ്യൂവിന് പോയി ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള പൊസിഷനിലേക്കൊക്കെ പോകുമ്പം ഇവർക്ക് കുറച്ചുകൂടെ എന്താണ് ഫീസിബിൾ ആയിരുന്നു. കമ്പനികളെ കുറിച്ച് ചിന്തിക്കും, കമ്പനികളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ 26, 27 ഒക്കെ ഫൈൻ പ്രൈസ് ആണ്. അവർക്ക് എന്തായാലും ഒരു വീണാണ് കൊടുക്കുന്ന സാലറി എത്രയുണ്ട്, വളരെ അഫോർഡബിൾ ആയിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാർക്ക് വിസ അടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എംപ്ലോയീസ് വില്ലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് ഈ സാലറി ക്രൈറ്റീരിയ കയറ്റിയപ്പോഴത്തേക്ക് എംപ്ലോയീസ് വിചാരിക്കും എന്തിനാണ് ഒരു ഫ്രഷറിന്. ഞാൻ പറഞ്ഞ നേരത്തെ ഇതുപോലെ 27 പറഞ്ഞിട്ട് പ്രൊബേഷനിൽ കഴിയുമ്പോഴത്തേനും വിസ അടിക്കാനുള്ള എഗ്രിമെന്റ് കയറിയാണ്. പക്ഷെ ഇപ്പൊ വന്നപ്പോഴത്തേനും സിറ്റുവേഷൻ മാറി. അവർക്ക് ഈ 27 വർക്ക് ചെയ്തോണ്ട് ജൂനിയർ പോസ്റ്റ് നിൽക്കുന്ന ഒരാളെ ഈ 39 കൊടുത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ സ്കില്ല് കുറവുള്ള അൺസ്കിൽഡ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ വന്ന് കടുത്ത
വിമർശനമാണ് എഴുതുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ കമന്റ് ചിലർ വായിക്കുമ്പം അങ്ങനെ ചില ആൾക്കാരുടെ അവസ്ഥ ഏതാണ്. ഇപ്പൊ ഈ പറയുന്നത് ഞാൻ ഇതിനകത്തൊരു ഒരു ഒരു കണക്കുണ്ട്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് ഈ അനലിറ്റിക്കലി പറയുന്ന സമയത്ത് ഇവർക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. ബട്ട് ഈ പറഞ്ഞ റിസർച്ച് പ്രൂവ് ചെയ്തേക്കുന്നത് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമുക്കൊരു മിനിമം IQ വേണം. ഒരു 110 ഒക്കെ അടുത്തുള്ള 90 to 110 ഒക്കെ IQ വന്നതിന് ശേഷം ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. അതായത് IQ എത്ര കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് നമ്മളിത് സ്ഥിരം പറയുന്നുണ്ടോ വിളിച്ചിരിക്കുന്നത്, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അപ്പം ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളതിന് ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകം കൂടാണ്. ഞാൻ അതിന് എന്താ പറയുന്നത് കുറച്ച് എന്താ പറയുന്നത് എന്റെ വിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഭാഗ്യത്തെ കാണുന്നത്. ഞാനെന്നാ NHS കുറച്ച് ഇന്റർവ്യൂവിന് പോയി. അപ്പം ചിലതൊക്കെ മോളെ നീ ആണെന്ന് നമ്മുടെ മുഖത്തൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ വിടുന്ന ഓ ഐ എം സോറി കേട്ടോ, നിന്നെ പോലെ ഒരാളാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷെ അകത്തുനിന്ന് ഒരാൾ മനസ്സിലായി. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സ്കില്ലുണ്ടെങ്കിലും എക്സ്പെക്ട് ചെയ്യാത്ത സാധനത്തിലാണ് എനിക്കൊന്ന് ഓഫർ വന്നു. അതെ. അപ്പൊ ഞാനും പണ്ട് ഇതുപോലെ ഒരു ജോലിക്ക് പോയപ്പോ എന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചെല്ലാം അതുപോലെ ഇതാ നീ ഇരിക്കുന്ന സ്ഥലം, നീ ആണ് ഞങ്ങളുടെ ആള്. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഇന്ന് ഓഫർ ലെറ്റർ വരും, നാളെ വരില്ല, വർക്കിംഗ് ഡേ അല്ലേടി, ഒരു 3-4 ദിവസം എടുക്കുന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒരനക്കം ഇല്ല, നമ്മള് ഗോസ്റ്റ് ചെയ്തിട്ട് ഒറ്റ പോക്കാണ്. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങളാണ് ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ഒരു ദൈവികമായ ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നവർക്ക് കാണാം. അല്ലെ എത്തിസ്റ്റ് അങ്ങനെയാണ് കാണുന്നത്. എത്തിസ്റ്റുകൾക്ക് അത് എന്താ പറയുക ലക്ക് എന്ന് പറയാം. ഈ ലക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലാർജ് നമ്പേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ലക്ക്, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വേറൊരു ടോപ്പിക്കാണ്. അപ്പം അങ്ങനെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഈ ജോലി കിട്ടുന്ന അറ്റ് ദ സെയിം ടൈം ചുമ്മാ ഒരു ജോലി കിട്ടുമല്ല, ജോലി കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ വിസ സ്പോൺസർഷിപ്പ് വേണം. സോ ഇതൊരു പ്രാക്ടിക്കൽ പ്രശ്നം. ഇനി ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ, ഇവർക്ക് സ്കില്ല് ജോലി വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ ആളുകൾ ഉള്ള ആ ഒരു അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ. എന്നെ തന്നെ ഇവിടുന്ന് ഫസ്റ്റ് ഒന്നും അതായത് അങ്ങനെ നെഗറ്റീവ് രീതിയിൽ പറയാല്ലേ, UK വന്ന് ഇന്ന് ഒന്ന് സെറ്റ് ആയാൽ മതി. ഇപ്പൊ ഞാൻ പറയാം അങ്ങനെയുള്ള ഒരു സിനാരിയിലുള്ള ആൾക്കാർ പറയാം പഠിക്കാൻ അത്ര എന്താ പറയുക അത്ര സ്കിൽഫുൾ അല്ല പഠിക്കാൻ. അത് മാത്രമല്ല ആ പഠിക്കാൻ വരുന്ന ഫീൽഡിനോട് തീരെ ഒരു എന്താ പറയുന്നത് ഒരു ആഗ്രഹമൊന്നും. ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്തു. ഞാൻ ബേസിക്കലി നാട്ടിൽ IT ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ CTC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഫുൾ ടൈം ഒരു സിസ്റ്റത്തിന് ഫ്രണ്ടിലേക്ക് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പുറത്ത് പഠിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് മാനേജ്മെന്റ് ഫീൽഡ് മതി, എനിക്ക് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം. ഞാൻ അങ്ങനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്തത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ എടുത്ത് വന്നവർ വളരെ വിരളമാണ്. അപ്പൊ എല്ലാവർക്കും എങ്ങനെയും ഒന്ന് UK എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്ത് വന്നവർ എന്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നു. പ്രൊജക്ട് മാനേജ്മെന്റ് വർക്ക് ചെയ്യണമെന്നുള്ള വളരെയധികം ആഗ്രഹത്തോടു കൂടെ ആ ഒരു ഫീൽഡിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കോഴ്സ് എടുത്തു. പക്ഷെ ഇവിടെ കൂടെ പഠിച്ച എല്ലാവരും എങ്ങനെയെങ്കിലും ഈ മാനേജ്മെന്റ് കോഴ്സുകളിൽ വരുന്ന പകുതി ആൾക്കാർ അങ്ങനത്തെ ഒരാൾക്കാരാവാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ഏജൻസീസ് ആണെങ്കിലും കൂടുതലും പഠിക്കാൻ ഈസിയുള്ള ഇതാണ്. എന്നോട് പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്തോ, കുറച്ച് പാസ് ആവാൻ ഗുഡാണ്. എനിക്ക് അത്ര പക്ഷെ അത്ര ഗുഡാണ് നോർമൽ ഇതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇവിടെ വരുന്ന ആളുകൾ മിക്കവാറും അവരുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കെയർ വിസ എടുക്കാം എന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ്. ഒരു 2020-2021 ഞാൻ അത്രയും പറഞ്ഞില്ല, പക്ഷെ 2022 and 2023 ഈ 2 വർഷം വന്ന ആൾക്കാർ ഏറെക്കുറെ കഥയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ. അതും ഞങ്ങളുടെ ബാച്ചിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ, അത് ബാച്ചിൽ അത്യാവശ്യം എല്ലാ അസൈൻമെന്റിനും ഒക്കെ നല്ല സ്കോർ ഉണ്ടിട്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽമെന്റിലേക്ക് സ്വിച്ച് ചെയ്ത് കെയർ വിസ എടുത്തിട്ടുണ്ട്. ശമ്പളം വരെ പറ്റില്ല, പിന്നെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സെറ്റിൽമെന്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഇടയിൽ വന്നിട്ട് കെയർ വിസ അതാണ് മാങ്ങയാണ് ചക്കയാണെന്ന് പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു. അല്ല അവരെ ബാൻ ചെയ്യാം, എനിക്ക് റിപ്പോർട്ട് ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമോ, നമ്മൾ ഇവരോട് ഇൻടോളറൻസ് കാണിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് നാട്ടിൽ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ കുട്ടി ഉടക്കിയോ എന്നൊക്കെ പറഞ്ഞു റിയാക്ട് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ പോലീസിന്റെ പണി ചെയ്യുന്നു, ഈ 20,000, 25,000, 30,000 ഇപ്പോൾ 40,000 രൂപ ശമ്പളം. അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിൽ വന്നിട്ട് അവരിവിടെ വന്ന് കയറായി. എന്താണ് കുഴപ്പം? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും വീടിന്റെ വസ്തു എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടോ? അവരോട് സ്വന്തം മനസ്സോടെ വന്നിട്ട് ഇവിടെ നിന്ന് പലരും ചെയ്യുന്നു. ഇവിടെ നാട്ടിൽ കാണിക്കുന്ന സ്വഭാവം ഇവിടെ ആരും അവരോട് കാണിക്കുന്നില്ല. അത് ഇവിടുത്തെ ആൾക്കാരും ഇപ്പൊ കേറാൻ നീ മാറിക്കുന്ന ആരും നമ്മളോട് പറയത്തില്ല. അത് മാത്രമല്ല ഇപ്പൊ ഈക്വാലിറ്റിയാണ് എല്ലായിടത്തും ഇവിടുത്തെ ഒരു രാജ്യത്ത് കൊടുക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് കണ്ടിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാർ
ആൾക്കാർ ഒരു വല്ലാതെ കുരുപൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ചില ആളുകൾക്കും ഇത് കാണുമ്പോൾ വലിയായിട്ട് കുരുപൊട്ടാൻ ഇവിടെ ഉണ്ട് സ്റ്റുഡൻസ് കെയർ വിസ എടുക്കുന്ന പറഞ്ഞ് ഇവിടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നവരുണ്ട്. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതമാണ്. ഇതിൽ എന്തിനു കൈ കടത്താൻ പറ്റുന്നു? നമ്മുടെ വിഷയത്തിന് തന്നെ സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടെയാണ് അങ്ങനെ വന്ന ആളുകൾക്കും ഇപ്പൊ വലിയൊരു അടി കിട്ടിയത്. ഈ ഡിപ്പെൻഡൻസിനെ എടുത്തു കളഞ്ഞു. അതായത് ഇപ്പൊ കെയർ വിസയിലുള്ളവർക്ക് ഡിപ്പെൻഡൻസിന് നിർത്താൻ പറ്റത്തില്ല. അപ്പം മുന്നേ വന്നവരെ വിസ അടിച്ചവരും ഒക്കെ ഫൈനാണ്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് എടുക്കുമ്പോഴത്തേന് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. എന്നിട്ടും ഉണ്ട് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊക്കെ ഒരു ജോബ് ഉണ്ട് NHS. കാരണം ഞാൻ ജോബ് അപ്ലൈ വേണ്ടി നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് അവർക്ക് ഡിഫറെന്റ് ജോബ് കോഡാണ്. നമ്മൾ ഇവർ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്ത ജോബ് കോഡ് അല്ല. അപ്പം അങ്ങനെ കുറെ ജോബ് റോളിൽ കിട്ടിയിട്ട് ഡിപ്പെൻഡ് ആക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യാൻ ഈ കെയർ ഹോമുകൾക്ക് പറ്റത്തില്ല, ഹോസ്പിറ്റൽസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ചിലയിടത്ത് സപ്പോർട്ട് അങ്ങനെയാണോ? ചില സപ്പോർട്ട് വർക്കേഴ്സിനും ഇപ്പം ഡിപ്പെൻഡൻസ് വിസ അടിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഇതൊക്കെ ദൈവഭാഗ്യം അടിച്ചു കിട്ടിയാൽ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിനാരിയോസ് ഉണ്ട്. അപ്പം ഈ ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ ഡിപ്പെൻഡൻസ് പോയാലും നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും. നാട്ടിൽ നമ്മൾ ഗൾഫില് നമ്മുടെ പേരൻസിന്റെ ജനറേഷൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. കൺസെപ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഭാര്യ മക്കളൊക്കെ നാട്ടിൽ വിട്ടിട്ട് ഭർത്താവ് ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെ പോയാലും ഒരു 1 lakhിനടുത്ത്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഇൻഡിവിജ്വൽ വിസയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ ഇല്ലാതെ കൊണ്ട് തന്നെ ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ. വിസ സ്വന്തം ഫീൽഡിൽ വർക്ക് കിട്ടിയില്ലെങ്കിൽ കെയർ വിസ എങ്കിലും എടുക്കാം എന്നുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് നൈസായിട്ട് അമ്മമാരെടുത്ത് പണി പാളി. അപ്പം മിക്കവാറും ഈ പറഞ്ഞ ഫാമിലി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു പോവാം എപ്പോഴും എന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട്. മാത്രമല്ല വേറൊരു വിഷയം ഇനി നമുക്ക് സ്പോൺസർഷിപ്പ് വിസ അടിച്ചു നമ്മൾ ഇവിടെ ഹെൽത്ത് കെയർ സെക്ടർ നഴ്സുമാരുടെയോ ഡോക്ടർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ഫാമിലി എടുക്കുക, ഒരു അപ്പൻ ഒരു അമ്മ 2 പിള്ളേര്. അപ്പൊ ഇവരുടെ 4 പേരുടെയും ആപ്ലിക്കേഷൻ ഫീ മാത്രം എത്ര? വർക്കിയവരല്ല, ഞങ്ങള് ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ഒരു IT വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു ഇപ്പം മെക്കാനിക്കലോ അങ്ങനെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എടുക്കാം. ഒരമ്മയും ഒരപ്പനും. ആപ്ലിക്കേഷൻ ഫീസ് 1200 കൊണ്ട് ഒരാൾക്ക് വരുന്നത്. അപ്പൊ 4 പേർക്ക് 4,80,000. ഒരു വർഷത്തേക്ക് ഈ പറഞ്ഞ പോലെ 1200 തന്നെ 1100 കൂട്ട് നമ്മുടെ ഒരു റാൻഡം കാൽക്കുലേഷൻ ഇട്ട് അതാണ് ഒരു വർഷത്തേക്ക്. അപ്പോഴും 4,800 അങ്ങനെ 3 വർഷം അടിക്കും. 4,800 വരുമ്പോൾ 24 12 14,000 14,500 അതായത് 15 ഇൻഷുറൻസ് ഫീക്ക് മാത്രം ആവുന്നു. പിന്നെ 4,000 എമൗണ്ട് ഇതിന് പോകും. അപ്പൊ ഏറെക്കുറെ 3 വർഷത്തെ വിസ അടിക്കണമെങ്കിൽ 20 ലക്ഷം രൂപ. 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ മക്കൾ ഉൾപ്പെടെ 4 പേരുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ കൊടുക്കണം. അപ്പം ഈ 20 ലക്ഷം രൂപ കൊടുക്കുന്നത് ഇപ്പൊ അതിനൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. 20 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ നിന്നാൽ അതിനനുസരിച്ച് സാലറി കിട്ടത്തില്ലേ? 5 വർഷം വിസ അടിക്കുന്നെങ്കിലോ? 5 വർഷമാണെങ്കിൽ അത് പിന്നെ 10 ലക്ഷം കൂടുന്നു. 30 ലക്ഷം 32 ലക്ഷം രൂപയാകും 5 വർഷത്തേക്ക് വിസ അടിക്കണമെങ്കിൽ. ഈ ഗൾഫിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് വന്നവരൊക്കെ ചിലവർ റീതിങ്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ വീണ്ടും തിരിച്ചു പോയാൽ പോരെ, ഈ 19 ലക്ഷം സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ഉണ്ട്. ഈ 10 ലക്ഷം അല്ലെങ്കിൽ ഈ 30 ലക്ഷം രൂപ കൊടുത്തിട്ട് 5 വർഷത്തെ വിസ എടുത്തിട്ട് ഇവിടെ നിന്നാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ ഒരു 39 അടിച്ചിട്ടായിരിക്കുമല്ലോ വിസക്ക് കയറുന്നത് എന്തായാലും, അല്ലെങ്കിൽ 27 ആണെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ ഒരു 2 വർഷം കൂടി ഇതൊരിക്കലും ഉറപ്പായിട്ട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഇനിഷ്യലി അത്ര ഒരു എമൗണ്ട് റേസ് ചെയ്യാനും അത്ര ഒരു എമൗണ്ട് നമ്മുടെ മേടിക്കുന്ന ചൂഷണമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ചൂഷണമാണ്. അപ്പൊ അങ്ങനെ ഗൾഫിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഭണ്ഡാരം ഇതെല്ലാം നിർത്തി ഗൾഫിൽ കാരണം ടാക്സ് ഇല്ല, ഇവിടുത്തെ ടാക്സ് പറയേണ്ടി വരും. നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും എമൗണ്ട് ഈ ആപ്ലിക്കേഷൻ ഫീസിന്റെ എമൗണ്ട് ഇത്രയും കൂട്ടണേ, അത് കാരണം തന്നെ പല ആൾക്കാരും പോകുന്നവരുണ്ട്. നേരത്തെ ഓക്കെ ആയിരുന്നു, ഫൈൻ ആയിരുന്നു, 600 അറേഞ്ച് ഒക്കെ നമ്മളെ ഒരു ജേഴ്സി പശുവിനെ പറയുന്നത് UK-ലേക്ക് വന്നിറങ്ങുന്ന ഒരു ജേഴ്സി പശുവായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന സമയത്ത് ആദ്യം ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു, ഒരു 14 ലക്ഷം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ PSW വന്ന് പിഴിഞ്ഞു. PSW എല്ലാം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ എടുക്കുന്നു. വിസയ്ക്ക് അടുത്തൊരു പിഴി. അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 10, 20, 30 എന്നൊക്കെയാണ് ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് മാറും. എന്നാലും ഒരു ആവറേജ് 10 ലക്ഷം കൂട്ട് അത്രയെങ്കിലും വരും. അത് പിഴിയുന്നു. അത് കഴിഞ്ഞ് അടുത്ത വിസ എക്സ്റ്റൻഷൻ വരുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു 10 ലക്ഷം 20, 30 അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ വീണ്ടും 4,500 കൊണ്ട് കണ്ടുവച്ചിട്ട് അത് PR ആയി കഴിഞ്ഞിട്ട് പിന്നെ 5,000. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചുരുക്കി പറഞ്ഞാൽ എത്ര 1 കോടി രൂപയുടെ ഒരു സ്കീമാണ്. നമ്മൾ UK-ലേക്ക് എത്തുന്ന പോയിന്റ് മുതൽ സിറ്റിസൺഷിപ്പ് എത്തുന്ന പോയിന്റ് വരെ 1 കോടി രൂപയ്ക്കുള്ള ഒരു വകുപ്പാണ് ഇമിഗ്രേഷൻ ജേഴ്സി പശു.
അൺടോൾഡ് സ്റ്റോറി. അത് നമ്മളിതൊരു ഫണ്ണായിട്ട് പറയുന്നെങ്കിലും ഇത് ചിന്തിക്കുമ്പോൾ ഇതൊരു റിയാലിറ്റി ആണ്. എത്ര തവണ ഇവിടെ GP പോയിട്ട് ഇത്രയും കാശ് കൊടുത്തിട്ട്? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഈ 4 വർഷത്തെ ഞാൻ ഈ മൂന്നാമത്തെ വർഷം ആയപ്പോഴാണ് മറ്റേ കാലിനെ കാണിക്കാൻ വേണ്ടിട്ട് പോയത്. അപ്പം പക്ഷേ സീരിയസ് സർജറികൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ NHS യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതൊരു ഡിബേറ്റിന് നമ്മൾ വെക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ വരുന്ന പോയിന്റ് മുതൽ ഏതാണ്ട് 1 കോടി രൂപ നമ്മളെ ഇന്ന് മൊത്തത്തിൽ പിഴിയുക എന്നുള്ളതാണ്. സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് വരെ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ അതായത് ഒറ്റയ്ക്ക് വന്നാലും ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. സ്റ്റുഡന്റ് ആയിട്ട് വന്നു, പിന്നെ ഒരു കല്യാണം കഴിച്ച് ഭാര്യ കൊണ്ടിരുന്നു, പിന്നെ PSW ഒരുമിച്ച് 5 കൊല്ലം കഴിഞ്ഞിട്ട് സിറ്റിസൺ ആയി കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം ഒന്നും അറിയണ്ടല്ലോ. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞതാണ്, ഈ ആപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് പിള്ളേരുണ്ടോയോ അല്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമ്മളിത് ഫണ്ണായിട്ടൊക്കെ ഇതിനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ റീതിങ്ക് ചെയ്തിട്ട് ആളുകൾ പലരും എന്തിനാണ് ഹാർഡ് റിയാലിറ്റിയാണോ ഒരു പോയിന്റ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ വെർത്താണോ, നിൽക്കണോ വേണ്ട, അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ അത് പറയുമ്പോൾ ഒരു അത്ര സീരിയസ് ആക്കി കൊണ്ടതൊരു ഫണ്ണായിട്ട് പറയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ഒരു വിസ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു 25 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് കേരളയിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പഠിക്കാൻ പോയാൽ ന്യൂസിലൻഡിൽ പോയാൽ മതി. 2 കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് അവരുടെ മറ്റേ ഷോർട്ട് ലിസ്റ്റുള്ള ജോലി കിട്ടിയാൽ ഡയറക്റ്റ് PR ആണ്. അതൊക്കെ ഒരു കാരണമാണ്. പിന്നെന്തായിരിക്കും കാരണം? പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ചേച്ചി വന്നായിരുന്നു. പുള്ളിക്കാരി ഇവിടെ നിന്നിട്ട് ക്ലൈമറ്റ് ഒട്ടും പറ്റുന്നില്ല. ഇപ്പൊ എൻ്റെ കസിൻ ഉണ്ട്, അവൾക്ക് ഭയങ്കര സീനാണ്. ഇവർക്ക് വിന്റർ ആയി കഴിഞ്ഞാൽ അവിടെ അവള് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി പോയിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പൊ അങ്ങനെ ക്ലൈമറ്റിന്റെ സീൻ കൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ വയ്യത്. കാരണം നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ ഇനി എത്ര കാശുണ്ടാക്കി എത്ര സെറ്റിലായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഹെൽത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നുമില്ല. കാരണം ഇത്രയും നീതി കണ്ടില്ലേ, ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ട് അവസാനം നമുക്ക് അതാ ഒന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് ആരോഗ്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയവരുണ്ട്. വേറെ കാര്യങ്ങളുണ്ട്. ഈ പേഴ്സണൽ ഹെൽത്തും കൂടാതെ ഈ പിള്ളേർക്ക് ഇവിടെ പല ആളുകൾക്കും ഈ പറഞ്ഞ സ്കിന്നിന് പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തായാലും പറഞ്ഞ പേരെന്തായിരുന്നു? ഒരു സാധനമുണ്ട് റിസർച്ച്, അതായത് സ്കിന്നിന് ഭയങ്കര ചൊറിച്ചിലും അതേപോലെ തന്നെ ഭയങ്കര റിയാക്ഷൻ ഉണ്ട്. അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. അത് വേറെ അതുപോലെ മറ്റേ ഇത് അലർജീസ് വരാറുണ്ട്. സോ ഇങ്ങനത്തെ കണ്ടീഷൻസ് പിള്ളേർക്ക് സിവിയർ ആകുന്ന ആളുകൾ. അത് ഭയങ്കര സീനാണ്. എനിക്ക് ബേസിക്കലി അലർജി ഉള്ളതായിരുന്നു. അപ്പം എനിക്ക് ഈ എടുക്കാതെ വെച്ചാൽ ഡസ്റ്റിന്റെ ഒരു കൈൻഡ് ഓഫ് അലർജി ഉണ്ടായിരുന്നു. എന്നിട്ട് തന്നെ എനിക്ക് വല്ലപ്പോഴും ഇയർലി വൺസ് ഒക്കെ രീതിയിലുണ്ട്. മൈൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കോപ്പ് ചെയ്ത് മരുന്നൊക്കെ കഴിച്ചു പോകും. പക്ഷെ സിവിയർ അലർജിക് ആയിട്ടുള്ള സമ്മറി പുറത്തിറങ്ങാൻ പറ്റില്ല. അതായത് 4 മാസം പുറത്തിറങ്ങിയ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. സൂക്ഷിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായി കഴിയുമ്പോഴത്തേക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് പേരൻസ് വിചാരിക്കും എന്തിനാ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിള്ളേരുടെ സർക്കംസ്റ്റാൻസസും ഉണ്ട്. അതും ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക കോമൺ ഇതായതുകൊണ്ട് പറഞ്ഞു. പിള്ളേർക്ക് ഇഷ്ടംപോലെ ഈ അലർജി ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നു. പക്ഷെ മാസീവായിട്ട് നമ്മുടെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെ. ഇത് നമ്മുടെ റൂൾ ചേഞ്ച് ആണ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തേക്കുന്നത്. അതും ശരിക്കും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് നീ വന്ന സമയത്ത് അവർക്ക് മേജർ UK-ലേക്കുള്ള ഒരു റഷ് കൂടി 2000. അപ്പം സ്റ്റെഫിന്റെ ഒക്കെ ഇത് തീരുന്ന ഏകദേശം ഒരു സമയമാണ്. PSW സമയം സ്റ്റെഫിന്റെ ബാച്ചിന്റെ ഒക്കെ തീരുന്ന സമയം 2025 ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെക്ടഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചു പോകാൻ സാധ്യതയുള്ള സമയം. കാരണം ഇപ്പൊ ഇതിനകത്ത് ഒത്തിരി പേർക്ക് കാണും ജോലി കിട്ടാത്തവരോ അല്ലെങ്കിൽ ഈ 2 വർഷം കൊണ്ട് വേണ്ട UK വേണമെന്ന് ഡിസൈഡ് ചെയ്തവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അപ്പൊ അവർ മെയിൻലി തിരിച്ചു പോകുന്ന ഒരു സമയമായിരിക്കും 2025 ആ PSW കഴിയുന്ന ആ ഒരു സമയത്തേക്ക്. സോ ആ ഒരു സമയത്തേക്ക് നാട്ടിൽ പോകുന്ന ആളുകളോടാണെങ്കിലും നമുക്ക് പറയാനുള്ളത് ഇവർക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു റിവേഴ്സ് കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. അതായത് നമ്മൾ എന്താ പറയുന്നത് ഇപ്പൊ തന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് ഏതാ സ്ഥലം എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ കുറ്റപ്പെടുത്തുന്ന ബന്ധുക്കളും വീട്ടുകാരുടെയും കാര്യമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അങ്ങനെ അത് ചെയ്യരുത്. ഇപ്പം കാനഡയിൽ തന്നെ ഒരുപാട് ആൾക്കാർ PR കിട്ടാതെ തിരിച്ച് നാട്ടിൽ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തി ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അവസാനം വരെ പൊരുതുന്നവരാണ്. അതാണ് ഇവിടെ നിന്നിട്ട് പൊരുതെത്തി പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഡിപ്രഷൻ അടിച്ച് ചാവുന്നതിനൊക്കെ നല്ലതല്ലേ. കാരണം നമുക്ക് എത്രയൊക്കെ തിരിച്ചു പോയാലും നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു നാടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും കാണാം, അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ട്. നമ്മളും ആ ധൈര്യത്തിന് പുറത്താണ് ജീവിക്കുന്നത്. നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇപ്പൊ നമ്മളിവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു, നമ്മുടെ വർക്ക് ജോലി ഇവിടെ ചെയ്യുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സ്വന്തമായിട്ടൊരു നാടെന്ന് പറയാൻ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ
നമുക്ക് അവിടെ ആൾക്കാരും ഉണ്ട് വീഴുണ്ട്. പക്ഷെ അതേ ഒരു രീതി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അക്സെപ്റ്റും ചെയ്യണം. നമ്മുടെ അപ്പനും അമ്മ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അല്ല, ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്ത പേരൻസ് ഉണ്ടെങ്കിൽ അത് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അവര് ട്രൈ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പേരൻസ് ചിന്തിക്കുന്നില്ല. അപ്പൊ പേരൻസ് പല ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് പേരൻസ് അവരുടെ ആയ കാലത്ത് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, പക്ഷെ മക്കൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യണമെന്ന് വലുതായിട്ട് ആഗ്രഹിക്കുന്നു. അതെല്ലാം പേരൻസ് നാളെ കാലത്ത് നമ്മളും പേരൻസ് ആഗ്രഹിക്കും. പക്ഷെ ആ ഒരു റിയാലിറ്റി എപ്പോഴും ബോധമുണ്ടാണ്. നമ്മൾ എന്ത് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇപ്പൊ പേരൻസ് ആയ ആളുകളെ ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമല്ല, ഞാൻ എന്തായാലും ആരുമല്ല. പക്ഷെ ഞങ്ങൾ നാളെ പേരൻസ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ ആ പ്രായത്തിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എവിടം വരെ എത്താൻ പറ്റി, നമ്മളൊരു സക്സസ്ഫുൾ ആൾക്കാരായിരുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പിള്ളേരെ നമ്മൾ അത് പറയാൻ നമുക്ക് യോഗ്യതയില്ല. അത് മാത്രമല്ല, അത് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും അപ്പുറം അവരെ മനസ്സ് കുത്തി നോക്കിക്കരുത്, ഇല്ലേ? അത് ദോഷമാണ്. പല ആൾക്കാരും വിഷമത്തോടൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് വീട്ടുകാരോട് എന്ത് പറയും, ഇല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ പക്ഷെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവൻ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടൊരു ഫാമിലി ആണെന്നെങ്കിലും ഓക്കെ ആയിരിക്കും, പ്രശ്നം കാണത്തില്ല. പക്ഷെ കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള അടുത്തുനിന്ന് സ്ട്രഗിൾ ചെയ്തൊരു ലോണൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ച് അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. അവരെവിടെ ചെന്ന് കയറും പിന്നെ അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് 2 വർഷം BSW കഴിഞ്ഞിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഒരുവിധം ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ല. കാനഡ പോലെയല്ല, കാനഡയ്ക്ക് 25-35 ലക്ഷം പോലെ അല്ല. ബെറ്ററാണ്. UK കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ഈ എടുത്ത് വന്ന കാശൊക്കെ 4 വർഷം കൊണ്ട് സുഖമായിട്ട് ഫുൾ ജോലി ഉണ്ടെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ, ഹെൽത്ത് കണ്ടീഷൻ ഒന്നും ഇല്ലാത്തവരായിരുന്നെങ്കിൽ അവർക്കൊക്കെ അടച്ചു തീർക്കണ്ടേ. അപ്പൊ ഇങ്ങനെ കുറെ ക്ലോസുകളുണ്ട്. നമ്മൾ പറയുന്നത് അതൊക്കെ കണ്ടീഷൻസ് ആയതുകൊണ്ടാണ്. അപ്പൊ ഈ കൾച്ചറൽ ഷോക്ക് ഒരു പ്രശ്നമാണ്. നാട്ടുകാരാണെങ്കിലും ഈ പറയുന്ന പോലെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ മെന്റലി സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് നിർത്തുക. പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നവരുണ്ട് കേട്ടോ. ഇന്ത്യ ഒരു ബൂമിംഗ് എക്കണോമി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട്. അവന് ഈ പറഞ്ഞ പോലെ യൂറോപ്പിലാണ്. അപ്പൊ അവന് PR-ന്റെ ഒക്കെ സമയം എടുക്കാറായപ്പോഴത്തേക്കും പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് നാട്ടിൽ പോവാണ്, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറയണ PR പോകാൻ പറ, PR എന്ന് വരുന്ന ആൾ പോകും. അത്ര ലാഘവത്തോടെ കാണുന്നത്. കാരണം അവനൊക്കെ എന്നോട് പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യ ഒരു ബൂമിംഗ് എക്കണോമിയാണ്. സോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും നിർത്തി പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് നാട്ടിൽ പോയിട്ട് നാട്ടിലെ ബിസിനസ് ഇവിടെ വന്നു നോക്കി കുറച്ച് അവിടെ ഇവിടെയും, അതായത് ഇവിടെ ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് നാട്ടിൽ പോയി അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നവർ നമുക്കറിയാം. അപ്പൊ അവർക്ക് എന്തുകൊണ്ടും അതാണ് ബെറ്റർ എന്ന് തോന്നിക്കാണും. ഇവിടെ 9 to 5 വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഈ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ജോലിക്ക് അത്ര സുഖമുള്ള പരിപാടി ഒന്നുമില്ല. നമ്മള് പണ്ടൊക്കെ ചില്ല് ചെയ്തായിരുന്നിട്ട് നാട്ടിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു. സാറ്റർഡേ സൺഡേ ആയിരുന്നു ഓഫ്. എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടുകാരൊക്കെ അടുത്തോണ്ട് നോക്കി. ഇതിപ്പം ഒന്നുമില്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ആരും ഇല്ലാതെ. ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പം അങ്ങനെയും ഒരു കൂട്ടം ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ അത്രയും നല്ല ഗുഡ് ജോലി കിട്ടിയിട്ട് ഇവിടെ കമ്പാരിറ്റീവ്ലി വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ബെറ്റർ ആണ്. എന്നാൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടാതെ ഇപ്പം ഞാൻ വന്ന സമയത്ത് ബേസിക്കലി ഇപ്പൊ ഓക്കെ ഫൈൻ. പക്ഷെ ഞാൻ ഒരു ടൈമിൽ എനിക്ക് ജോലി ഒന്നും ആകാതിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്ര വല്ല ഈ UK ഞാൻ റിഗ്രറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നാട്ടിലൊക്കെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചിറങ്ങിയപ്പോഴേ കൈ കാശ് അതെല്ലാം കൂടെ കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എങ്ങും ആവാതെ എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്ത് ഓപ്പണായിട്ട് റിഗ്രറ്റ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോയിന്റിൽ ഓക്കെ ഇനിയും സമയം കളയണ്ടെന്ന് പറഞ്ഞ് വേണം എനിക്ക് തിരിച്ചു പോകാറുണ്ട്. പക്ഷെ അങ്ങനെ പോയ ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെ അതും ഒരു ഇതിന്റെ വീഡിയോ ഞങ്ങൾ എന്താ പറയുന്നത്, കാനഡയിൽ തിരിച്ചു വന്നൊരു പുള്ളിക്കാരി ഉണ്ട്, അതൊരു യൂട്യൂബർ ആയിട്ടുള്ള. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ വേറൊരു ചാനൽ എടുത്തത് കഴിഞ്ഞ ദിവസം റാൻഡമായിട്ട് കണ്ടു. പുള്ളിക്കാരി പുള്ളിക്കാരി എന്തോ ഒരു ട്യൂഷൻ ഓൺലൈൻ പഠിപ്പിക്കുന്ന എന്തോ ഒരു സംരംഭം തുടങ്ങി. അത് കുറെ ഇപ്പൊ 18-20 എംപ്ലോയീസുമായിട്ട് 20 പേർക്കോളം ജോലി കൊടുത്ത് പുള്ളിക്കാരി ഇതിന്റെ ഡയറക്ടറായിട്ട് ഇപ്പം ഒരു കമ്പനി റൺ ചെയ്യുന്നു. നോട്ട് ലൈക്ക് ബൈജു അങ്ങനത്തെ ഒരു $multi-million കമ്പനി ഒന്നും അല്ല. പക്ഷെ പുള്ളിക്കാരുടെ ബേസിക് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന രീതിയിൽ പുള്ളിക്കാരി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഒരു 5-6 ലക്ഷം രൂപ സംതിങ് കടമുള്ളായിരുന്നു അന്ന് വന്നപ്പോൾ പറഞ്ഞേ. പുള്ളിക്കാരി ബിസിനസ് ചെയ്ത് അത് വീട്ടുന്നു. പുള്ളിക്കാരി അങ്ങനെ ഈ നാട്ടിൽ പോകുന്ന ആളുകൾ പലരും ഇവിടുത്തെ പല കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഉദാഹരണം പിള്ളേർക്കുടെ സാധനങ്ങൾ, അതായത് സ്ട്രോളർ, പിന്നെ അതുപോലെ കാർ സീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഇപ്പൊ നാട്ടിലില്ലെന്നല്ല പറയുന്നത്. നാട്ടിലങ്ങ് പരഞ്ച ഗ്രാമപ്രദേശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അങ്ങനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്.
ഒരാളുടെ ലൈഫ് ഈസിയർ ആക്കാനുള്ള അങ്ങനത്തെ ഓപ്ഷനുകൾ. ഒരു മിനിറ്റ്, ഇത് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണ്, ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്തു. അല്ല, ഞങ്ങൾ അത്രയും വ്യൂവേഴ്സിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചില്ല. നമുക്ക് കമന്റ് വന്നതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നാടിനെ ഇല്ലാന്നൊരു കാര്യത്തെ പറ്റി പറയുന്ന അടുത്ത് വന്നിട്ടുള്ള കമന്റ് ആണ്. ഞങ്ങൾ വന്നിട്ടുള്ള ഏതോ കുഗ്രാമത്തിൽ നിന്നാണ്, നമ്മളെ ഒന്നും കണ്ടിട്ടുള്ളത്, നമ്മളെല്ലാം കണ്ടു വളർന്നവർ തന്നെയാണ്. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് നടക്കുന്നിടത്ത് KFC ഉണ്ട്. നമ്മൾ ഏത് കുഗ്രാമാന്ന് എനിക്ക് മനസ്സിലാവില്ല, ആ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞത്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടും മനസ്സിലാക്കിയും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെന്നും അതിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്വന്തമായിട്ട് തുടങ്ങാൻ ചിന്തിച്ചുകൂടായില്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന സർവീസസ് ഇപ്പൊ ഇവിടെ ഇന്ന സർവീസ് കൊടുക്കുന്നത് ബെറ്റർ ആണെന്ന് തോന്നിയിട്ട് നാട്ടിലതില്ലല്ലോ, പുതിയൊരു ബിസിനസ് ഐഡിയ ആയിട്ട് അവിടെ തുടങ്ങുന്നവരുണ്ട്. സക്സസ് ആവാം, സക്സസ് ആവാതിരിക്കാം. അതുപോലെ തന്നെയല്ലേ UK വരുന്നതും ഇതൊരു ട്രൈ ആണ്. അങ്ങനെ എല്ലാവർക്കും 100% വിജയം ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നും അല്ല പുറത്തു പോയി പഠിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നേഴ്സുമാരായിട്ട് ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞപ്പോ അപ്പ എന്നോട് പറഞ്ഞു ഈ പറഞ്ഞ പോലെ കാനഡ പോവാൻ. അന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാരന്റെ മുടിക്ക് കളറൊക്കെ അടിച്ചിട്ട് നടന്നെന്ന് പറഞ്ഞാൽ നമ്മള് കണ്ടിട്ട് കാനഡ പോകും പരിഷ്കാരിയായിട്ട് കിടക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവനവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി അവൻ അടിച്ച് വിളിച്ച് കിടക്കുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ പോയായിരുന്നു. എന്ന് 2014 2012 ഇപ്പോഴൊക്കെയാണ് കാനഡ ഇത്ര ടൈറ്റ് ആക്കിയത്. അന്ന് പോയായിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ സിറ്റിസൺഷിപ്പും PR ഒക്കെ കിട്ടിയിരുന്നേനെ. അപ്പൊ അന്ന് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, വീടിലൊന്നും വെച്ചെന്തായാലും ഞാൻ പോത്തില്ല. കർക്കശമായ തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നു, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു, എന്നിട്ട് ഞാൻ എക്സ്പ്രസ് സെന്റർ വഴി PR എടുത്ത് പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ നമ്മളെ ഈ പറഞ്ഞ എല്ലാവരും വിചാരിക്കുന്നുണ്ടല്ലോ ജീവിതം. ഞാനും വിചാരിച്ച പോലെ എല്ലാവരും എൻ്റെ ജീവിതം. ചിലർ ശരിയാവും, ചിലർ ശരിയാവത്തില്ല. അപ്പൊ ഞാൻ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്തൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് നാൾ 2 വർഷം ഞാൻ പണിയെടുത്തു, മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് പണിയെടുത്തു. കൂലിപ്പണിയൊക്കെ അതുപോലത്തെ എല്ലാം നമ്മളായിരുന്നു. അപ്പൊ ഈ മെഷീനൊക്കെ ലോറിക്കകത്ത് കയറേണ്ടി വരുമ്പോൾ നമ്മളും അതിനകത്ത് പിടിച്ച് കയറ്റേണ്ട സാഹചര്യമൊക്കെ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് 30,000 35,000 ആയിരുന്നു സാലറി. എഞ്ചിനീയറിന് 6,000 രൂപയുള്ളൂ സാലറി. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഈ എക്സ്പ്രസ് സെന്ററിയോ PR ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഒരു റിസ്ക് എടുത്താണ് പല ആളുകളും വരുന്നത്. തിരിച്ചു പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നിർത്തി പോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ കെയർ വിസ എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇവിടെ നിന്നിട്ട് വേണേലും ഇവിടെ നിൽക്കാം. അപ്പം അതൊന്നും വേണ്ടാന്ന് വെക്കുന്നത് നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ചിട്ടാണ് പല ആളുകളും. നമ്മൾ എടുക്കുവാണെങ്കിലും അത് അങ്ങനെ ഒരു ഡിസിഷൻ ആയിരിക്കും. പക്ഷെ ആ ഡിസിഷനെ അക്സെപ്റ്റ് ചെയ്യുക, കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക. നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്, എല്ലാവരും മലയാളികളാണ്. ആരെയും നമ്മൾ തള്ളി പറയാനോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ വേറെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ബേസിക്കലി ഇപ്പം ഞാൻ ഫസ്റ്റ് വന്ന മിഡിൽ സ്കൂളാണ്. അവിടെ ഞാൻ ഇപ്പം കല്യാണം ഇവൻ സ്ഥലത്തോട് മൂവ് ചെയ്ത് ലീഡ്സിലാണ്. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയാണ്. എനിക്ക് ആ മിഡിൽ സ്കൂളാണ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവിടെ ചർച്ച ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഫ്രണ്ട്സ് എല്ലാം അവിടെ ആയിരുന്നു. പക്ഷേ ഇവന്തോ എനിക്ക് ഇവിടെ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. എല്ലാ സൺഡേയിലും നമുക്ക് ആ ഒരു ഫെലോഷിപ്പും ആ ഒരു മലയാളികളോട് സംസാരിക്കുക, ഇടപെടൽ. ഇപ്പം നമുക്കൊരു ആവശ്യം വന്നു, ഇവൻ ഞങ്ങൾ വീട് മാറി. ഇവിടെ ലീഡ്സ് വന്ന ശേഷം ഞങ്ങൾ 2 വീട് മാറി. ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പം നമ്മളിപ്പോ ഒരു മൂവേഴ്സിനെ വിളിച്ചാൽ നല്ല എമൗണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തപ്പോൾ എന്റെ കൂടെ ഇന്ന് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരി വീട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ പുള്ളിക്കാരി കോട്ട് എടുത്തപ്പോൾ 800 പൗണ്ട്. അത് ഹള്ളി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 800 പൗണ്ടാണ് പുള്ളിക്കാരുടെ കോട്ട് വെച്ചേക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് കോട്ട് എന്ന് പറയുന്നത്. നമ്മൾ പാവങ്ങളാണ്. എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ കോട്ടൺ ആലോചിച്ചപ്പോ ആരുടെ ഓഡിയൻസിന് സംശയം വരുവാണെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തേ. അപ്പം അവർക്ക് കോട്ട് കിട്ടിയത് 800 പൗണ്ടാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചർച്ചിൽ ഞങ്ങൾ വീട് മാറി 2 തവണ. ഞങ്ങളുടെ കൂടെ ചർച്ച് മേറ്റ്സ് തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ വീട് മാറിയപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളൊന്ന് വീട് മാറും, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ 1 ലക്ഷം ആൾക്കാർ ക്യൂ ആണ്. അതായത് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അവര് നമ്മളെ ഇപ്പൊ നമുക്ക് 800 പൗണ്ട് ചെലവാക്കാൻ നല്ല സന്തോഷമല്ല ഇത്. നമ്മൾ വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു ഒരുമിച്ച് സാധനങ്ങളൊക്കെ എടുക്കുക, സന്തോഷിക്കുക, തമാശ പറയുക. നാട്ടിലാണെങ്കിൽ
ഒരു കല്യാണത്തിന് തലേന്ന് നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ വന്ന് നമ്മളെല്ലാം ഒന്നിച്ചു കൂടി നമ്മൾ ആഹാരമൊക്കെ കഴിച്ച്, അല്ലെ കല്യാണത്തിന് ഇപ്പം ഞാൻ കണ്ടിട്ട് കല്യാണത്തിന് പന്തലിടുന്ന അല്ല അങ്ങോട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നെയ്ബേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ വേറൊരു വേർഷൻ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരെ സ്വന്തം എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് പലപ്പോഴും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്താണ് ഇതിനകത്ത് പല സമയങ്ങളിൽ ഒരു മേൽക്കൈ, കാരണം നമ്മൾ എല്ലാ സൺഡേസും മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് എങ്ങും പോയില്ലെങ്കിൽ എല്ലാ സൺഡേസും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ റാപ്പോട്ട് ഭയങ്കര ഇതാണ്. ഞാൻ മനസ്സിലായാലും ഞാൻ ഇതിനകത്ത് ഒരു ഡിസ്ക്ലൈമർ പറയുന്നത്, നമ്മളൊരു എന്താ പറയുന്നത് ഒരു വംശീയത അല്ല, നമ്മൾ എന്താ പറയുന്നത് ജാതി സ്പിരിറ്റ്. ഞങ്ങൾ പറഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ സൺഡേസിലും മീറ്റ്. ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങളിപ്പോ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ സൺഡേ നമ്മൾ ചർച്ചിൽ പോകും. നമുക്കൊരു ഫെലോഷിപ്പ് സ്പിരിച്വാലിറ്റി റിയലി ഗ്രേറ്റ് ആയിട്ട് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഓൺ ദ സെയിം സൈഡ് ആ കോയിന്റെ അതർ സൈഡ് പറയുന്നത് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ഉണ്ടാകുന്നുണ്ട്. അതും എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വർഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ എന്തായാലും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ഇംഗ്ലീഷുകാർ കൂടെ ആയിരിക്കും. ഈ തിങ്കളോട് വലിയ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരും നമ്മുടെ വീട്ടിൽ താമസിച്ച് നമ്മളെ കെട്ടിയൊന്നും അല്ലാതെ പുറത്ത് മൂന്നാമത് ഒരാളോട് നമുക്ക് നമ്മുടെ ഭാഷയിൽ തമാശ പറഞ്ഞ് കളിയാക്കി നമ്മുടെ വൈബിലുള്ള ഒരു കമന്റ് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വന്നിരുന്നിട്ട് കഥ പറയാം, ആദ്യം നമ്മളും അതിൽ ഇൻവോൾവ് ആവും. പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവരുടെ കാര്യങ്ങൾ പറയും. ഇവരുടെ പണ്ട് കുഞ്ഞിലത്തുണ്ടായിരുന്ന TV ഷോസ്, ഇവരുടെ പാട്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറയുന്ന എന്താ പറയുന്നത് ചിലർ പറയും. ഇപ്പൊ പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, ഈ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സുമാരുണ്ട്. അവരാണ് വന്ന് പലപ്പോഴും പുച്ഛിച്ച് കമന്റ് എടുത്തത്. ഓ നിങ്ങൾ ഇന്നലെ വന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അങ്ങനല്ല, ഇവർ ജനിച്ചു വളർന്ന കാലത്ത് ഇവരുടെ സ്കൂളിൽ ഇവർ ചെയ്തിട്ടുള്ള അലമ്പുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ അങ്ങനെ അല്ലായിരുന്നു. കാരണം നമുക്ക് ഒരിക്കലും അവരുടെ കൊച്ചിൽ ഇവര് കേട്ട പാട്ടിനെ കുറിച്ച് പറയും. പക്ഷെ അന്തസ്സുള്ളവരട്ടെ ഇവരിപ്പോ എന്റെ പിള്ളേർ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരോട് പറഞ്ഞു തരും ഇത് ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷെ അതിനകത്ത് നമുക്കൊന്നും പറയാനുണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. നമ്മളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നമ്മളെ ടോപ്പിക്കിൽ നിന്ന് വീണ്ടും തന്നെ പറഞ്ഞു വന്നത് നിർത്തിയതല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാല് എനിക്ക് ഇത്ര ഒരു കമ്മ്യൂണിറ്റി കിട്ടിയതാണ് എന്റെ ഹാപ്പിനെസ്. പക്ഷെ ഓൺ ദ അതർ സൈഡ് ഇതാരും ഇല്ലാതെ ഭയങ്കര ഐസൊലേറ്റ് ആയി പോയിട്ട് നമ്മുടെ ആ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ആരുമില്ല. അങ്ങനെ വന്ന് ലോൺലിനെസ് എല്ലാം ഒരു ഇപ്പം ഭാര്യയും ഭർത്താവുകൊണ്ട് രണ്ടുപേരെന്ന് പറയാം. സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ഒറ്റയ്ക്കായി പോയിട്ട് ഭയങ്കര ഡിപ്രഷൻ അടിച്ചു പോകാൻ സാധ്യതയുള്ള ഇതുണ്ട്. നമ്മൾ സ്റ്റെഫിന് ഒരു സിറ്റുവേഷൻ ഉണ്ട്. സ്റ്റെഫിൻ അന്ന് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ചർച്ച ഉണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി ദൂരെയാണ്. അപ്പം ഇപ്പോഴത്തെ പള്ളി ഞാൻ താമസിക്കുന്നത് ലീഡ്സിൽ തന്നെയാണ്. പക്ഷേ ഇപ്പം ലീഡ്സിൽ തന്നെ ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഹഡസ്ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ വരും. ഞായറാഴ്ച പള്ളി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് പോയാലേ അടുത്ത ട്രെയിൻ പിടിച്ച് എനിക്ക് അവിടെ. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം, ഒരു വ്യാഴാഴ്ച വൈകുന്നേരം കൂടെ അടുത്തോട്ട് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് അവിടെ ഇല്ല. ഇവരും കാണുന്നതും സംസാരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ഇംഗ്ലീഷുകാരുടെ കൂടെ, അതുകൊണ്ട് വേറെ രാജ്യക്കാരുടെ കൂടെ സ്വന്തം ഭാഷ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിയർലി നമ്മളൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഭയങ്കര ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിലേക്ക് പോയി. എനിക്ക് മനസ്സിലായി ഞാൻ ഡിപ്രസ്ഡ് ആണ്. അപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തത്. പക്ഷെ പറഞ്ഞു വന്നത് ഈ ഐസൊലേറ്റഡ് ആയിട്ട് പോയ ആളുകളുണ്ട്. അതായത് ഹസ്ബൻഡും വൈഫും മാത്രം. അവർക്ക് വേറെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധമില്ല. ഇവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നു, പിന്നെയും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നു. അതിനൊരു മടുപ്പില്ലേ? നമ്മളിപ്പോൾ ഒരു ദിവസമായി, 2 ദിവസമായി, 1 മാസമായി, 10 മാസമായി, നമ്മൾ എത്രയെന്നും പറഞ്ഞോണ്ട് നമ്മൾ ഒരാളുടെ മുഖം തന്നെ ലോൺലിനെസ്സും അല്ലെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് ഹോം സിക്നെസ്സും കൂടെ കലക്കിയെടുത്താൽ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് തിരിച്ചു പോകാനുള്ളത്. സോ അങ്ങനെ തിരിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഐ മീൻ ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം. അത് ഞാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുത്ത് പറഞ്ഞത് കൃത്യമായ ഇടവേളകൾ മാത്രമല്ല, ഞങ്ങൾ ഓഫ് കോഴ്സ് ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നതിനെ പറ്റിയാണ്. ഇപ്പൊ അല്ലാതെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മറ്റ് കമ്മ്യൂണിറ്റികളിലും മുസ്ലിംസ് ഒക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ഞാൻ ഇന്നാള് വീട്ടിൽ നിന്നപ്പം നോക്ക് ചെയ്തിട്ട് അവർ ചോദിച്ചു, ഒരു പ്രായമായ 2-3 പേര് ഇപ്പോൾ ചോദിച്ചു ഇത് മുസ്ലിം വീടാണോ, ഞങ്ങൾ ഈ ഏരിയയിലുള്ള മുസ്ലിംസിനെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ക്രിസ്ത്യൻസ് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ അതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അത് പറഞ്ഞത്. ഞങ്ങൾ വർഗീയവാദം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ആരും പറയരുത്. അല്ല, ഞാൻ പറയുന്നത് ഞാനത് ഏർജ് ചെയ്യുവാണ്. ഇപ്പൊ ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും നിങ്ങൾ സോഷ്യൽ ഗ്യാതറിംഗ്സ് ഉണ്ടാക്കാൻ കഴിയുന്നത് ശ്രമിച്ചാൽ ഒന്നും വേണ്ട. മലയാളി ഗ്യാതറിംഗ്സ് ഇപ്പൊ അസോസിയേഷൻ ഗ്യാതറിംഗുകളൊക്കെ ആണെങ്കിൽ വെള്ളോടി മാത്രം ആവരുത്. അതാണ് അതിനകത്ത് ഈ മലയാളി കൂട്ടായ്മ വരുമ്പോഴത്തേക്കും
വെള്ളോടിയാണല്ലോ പ്രധാനം. അങ്ങനെയല്ല, കുറച്ചുകൂടെ സ്പിരിച്വാലിറ്റികൾ അതിനകത്ത് ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളോടി മാത്രം എന്നുള്ള ചിന്തയിലേക്ക് ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മളിതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല കേട്ടോ, അത് തുറന്ന് സമ്മതിക്കുന്നു. സോ അതുകൊണ്ട് തെറി വിളിക്കാൻ വരുന്ന ആൾക്കാർ ഞങ്ങളോട് സദയം ക്ഷമിക്കുക. സോ ഇത്രയും കാര്യങ്ങളല്ലേ, വേറെ എന്തെങ്കിലും പോയിന്റോ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ക്ഷീണിച്ചല്ലേ എനിക്ക് നിറച്ചു പോയി. അല്ല, നമ്മളിത് തമാശ വീഡിയോ എടുക്കാൻ ഇരിക്കാത്തതാണ്, എന്നെ പിടിച്ചെടുത്തിട്ട് സംസാരിച്ച് ഫോളോ വന്നിട്ട് ഞാനിപ്പോ ക്ഷീണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്നത് പല പല റീസൺസ് ഉണ്ട്, പലർക്കും പല പല റീസൺസ് ആണ്. ഞങ്ങൾ പറഞ്ഞ കൂടാതെ എത്രയോ റീസൺസ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇത് മാറുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി മെജോറിറ്റി ഈ റൂൾ ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് മെജോറിറ്റി ആളുകളും പോകുന്നത്, അല്ലെ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെ ഇനിയും അധികം വൈകാതെ തന്നെ പോകാനിരിക്കുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക. ആ റീസൺസിനെ കുറിച്ച് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വളരെ അമച്ചുറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ ഇന്നത്തെ വീഡിയോ പേഴ്സണൽ അഭിപ്രായങ്ങൾ, ഇതൊന്നും നമ്മൾ ജനറലൈസ് ചെയ്യുന്നില്ല, നമ്മൾ സ്ഥാപിക്കാൻ നമുക്ക് അറിയാവുന്ന നമുക്ക് പരിചയമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് എതിരഭിപ്രായങ്ങളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ എന്തുകൊണ്ടായിരിക്കാൻ പോയേക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ റീസൺ കൊണ്ടല്ല, അല്ലെ അത് തികച്ചും തെറ്റാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ നമുക്ക് കമന്റിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ഹെൽത്തി കോൺവെർസേഷൻ എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ഈ പറഞ്ഞ പോസിറ്റീവ് ക്രിറ്റിസിസത്തിനെ വെൽക്കം ചെയ്യുന്നതാണ്. അല്ലല്ല, അപ്പം അങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടാകട്ടെ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ഹെൽത്തി കോൺവെർസേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ചില ഡിസ്കഷനിൽ തെറിവിളികൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ തമ്മിൽ തെറിവിളികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി നല്ല കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇതിന്റെ കമന്റ് ബോക്സ് തീർച്ചയായും നമുക്ക് ഈ കമന്റ് ബോക്സിൽ നിന്ന് വന്ന് പരിചയപ്പെട്ടവർ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഷെഫിന് ഇൻസ്റ്റാഗ്രാം പേജ് മറ്റേ അതിന്റെ പേര് നമ്മൾ ടീച്ചറിന്റെ അശ്വിന് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കട്ടെ. ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രത്യേകിച്ചും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായ മറുപടികൾ കൊടുക്കുകയും ഇതിനകത്ത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുള്ള പ്രോമിസ് തന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അതിന്റെ പേര് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്കാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്താൽ ഉപകാരപ്പെടുവാവുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ സാധ്യതയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരുടെ ഒപ്പീനിയനും ഇതിനകത്ത് ഷെയർ ചെയ്യട്ടെ. അപ്പം വീഡിയോ അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുമെങ്കിൽ അല്ലെങ്കിൽ